ആ വയസ്സനോട് ഇല്ല സാർ. എന്നാ കളിയാന്നറിയാൻ മേല. നമ്മൾ അന്വേഷിച്ചിരുന്ന മുക്കാങ്കടക്കാരെല്ലാം ഒളിവില. പിന്നെ താനെന്താ ഇത്ര വൈകിയത്? ഞാൻ ആ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് അന്വേഷിക്കായിരുന്നു. പയ്യൻ ബാസ്കറ്റ് ബോൾ കളിക്കാറുണ്ടെന്ന് വിവരം കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്താ പറയാനും സാർ. ആ പയ്യന്റെ പടം സാർ. SP ഇരിക്കൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് സർ. ബലാത്സംഗം നടന്നിട്ടില്ല. റേപ്പ് അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും മോട്ടീവ്? ക്വൈറ്റ് ബാഫ്ലിംഗ്. ചിലപ്പോ ഉദ്ദേശം അത് തന്നെ ആയിരുന്നിരിക്കും. വഴങ്ങാതിരുന്നപ്പോ ബലം പ്രയോഗിച്ച് കാണും. പിന്നെ മരണം നടന്നത് 4:30ക്കും 5:30ക്കും ഇടയ്ക്കാണെന്നാണ് റിപ്പോർട്ട്. ഒന്നത് കഴുത്ത് ഞെരിച്ചാണെന്ന് പറയുന്നുണ്ട്. ഡോക്ടർ ഇല്ലേ? ഇല്ല. മിസ്സസ് നായർ? മമ്മിയും ഡാഡി ഹോസ്പിറ്റലിൽ പോയി. യു ആർ സരള? യാ. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. വരൂ. സോറി, പവർ കട്ടാണ്. ഇന്നലെ സ്കൂളിൽ നിന്ന് വരുമ്പോ മിനി ആരെങ്കിലും കാണുന്ന കാര്യം പറഞ്ഞിരുന്നോ? ഇല്ല, വീട്ടിൽ പോകുന്നെന്നാ പറഞ്ഞത്. വീട്ടിൽ ചെന്നിട്ട് മമ്മിയും കൂട്ടി ആ മരിച്ച കുട്ടിയുടെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. ഞാനും മമ്മിയും കൂടെ ചെല്ലുമ്പോൾ മിനി ഇല്ലായിരുന്നു. 7 മണിവരെ കാത്തിട്ടും കണ്ടില്ല. തിരിച്ചു വന്ന് മിനിയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോൾ ആദ്യം റോങ് നമ്പർ കിട്ടി. പിന്നെ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തു. ഒരു പ്രാവശ്യം റിങ് ചെയ്തിട്ട് കട്ടായിപ്പോയി. പിന്നെ എൻഗേജ് ടോൺ തന്നെ. മിനിക്ക് കോളേജിൽ പഠിക്കുന്ന ബോയ് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരുമില്ല. നമ്പ്യാർ, ആ പടം എടുക്കൂ. ഇയാളെ അറിയുമോ? അത് സാജൻ തോമസാ. സാജനും മിനിയുമായി പരിചയമുണ്ടായിരുന്നു. പക്ഷെ മിനി ആകെ 2-3 പ്രാവശ്യമേ സാജനെ കണ്ടിട്ടുള്ളൂ. എങ്ങനെയാണ് മിനി സാജനെ പരിചയപ്പെട്ടത്? 1 മാസം മുൻപ് YMCയിൽ ഞങ്ങളെല്ലാം ബാസ്കറ്റ്ബോൾ മാച്ച് കാണാൻ പോയി. അന്ന് സാജനായിരുന്നു ടോപ്പ് സ്കോറർ. അതിനുശേഷം മിനി സാജന് ഒരു കൺഗ്രാജുലേഷൻ കാർഡ് അയച്ചു. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ സാജന്റെ ഒരു താങ്ക് യു കാർഡ് വന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ സാജൻ വന്ന സ്കൂട്ടറിൽ നിർത്തി മിനി ആരാണെന്ന് ചോദിച്ചു. മിനി വലിയ ത്രിൽഡ് ആയിപ്പോയി. അന്നെന്ത് തമാശ പറഞ്ഞു. പിന്നെ 1-2 പ്രാവശ്യം അവർ തമ്മിൽ കണ്ടിട്ടുണ്ട്. സാജൻ സ്കൂട്ടറിൽ മിനിയെ ഫോളോ ചെയ്യാറുണ്ടായിരുന്നോ? ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ സാജൻ ആ വഴിക്ക് വന്നിരുന്നോ? ഇല്ല. താങ്ക് യു സരള. മിനിയുടെ കാര്യം സരളെ അറിഞ്ഞു കാണുമെന്ന് ഞങ്ങൾ കരുതി. സംതിങ് ടെറിബിൾ ഹാസ് ഹാപ്പൻഡ്. ഷീ ഈസ് നോ മോർ. ആരാ സാജൻ തോമസ്? സാജൻ ഓൾ സയൻസിൽ പഠിക്കുന്ന ഒരു മിനിമനെ അറിയും? അറിയാം സാർ. ഇന്നലെ ആ കുട്ടിയെ കണ്ടോ? ഇല്ല, എസ്കേഷൻ വിട്ട് ആക്സിഡന്റ് ആയ കാരണം മിനി ഇന്നലെ തന്നെ മടങ്ങിയെന്നും അറിയാം. എന്നിട്ട് സാജൻ മിനിയെ കണ്ടില്ലേ? ഇല്ല, ഞാൻ കണ്ടില്ല. എന്റെ ഒരു നെയ്ബർ മിനിയുടെ കൂടെ എസ്കേഷന് പോയിരുന്നു. കാലത്ത് പത്രത്തിൽ നിന്ന് ആക്സിഡന്റ് വരെ അറിഞ്ഞപ്പോ ഞാൻ ആ കുട്ടിയെ വിളിച്ച് ചോദിച്ചു. മിനിക്ക് അപകടമൊന്നുമില്ലെന്ന് അറിഞ്ഞു. ആക്സിഡന്റ് കഴിഞ്ഞ് സ്കൂളിലെത്തിയ മിനി വീട്ടിലേക്ക് ബസ്സിൽ പോകുമ്പോ സാജൻ സ്കൂട്ടറിൽ പിന്നാലെ ഉണ്ടായിരുന്നുവെന്ന് മിനിയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞല്ലോ. മിനി എവിടെയാണ് ഇറങ്ങിയത്? ഇന്നലെ ഞാനിവിടെ ഇല്ലായിരുന്നു. മഹാരാജസിൽ മാച്ചിന് പോയിരുന്നു. ഉച്ചയ്ക്ക് പോയിട്ട് രാത്രി 9 മണിക്കാണ് വന്നത്. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൽ എന്റെ ഫോട്ടോയും റിപ്പോർട്ടും ഉണ്ട്. സോ വി ഗോട്ട് ദ റോങ് ഇൻഫർമേഷൻ. സോറി മിസ്റ്റർ സാജൻ. എനിക്ക് എന്ത് സംഭവിച്ചൊന്നും സാജൻ അറിഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല സാർ. എന്ത് പറ്റി? ഷീ ഈസ് നോ മോർ. സമൺ കിൽഡ് ഹർ. സാജൻ മിനിയുമായി ക്ലോസ് ആയിരുന്നു അല്ലേ? ആയിരുന്നു സാർ.